കടുമാങ്ങ അച്ചാർ എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ? വിനാഗിരി ചേർക്കാതെ ആട്ടോ ഇന്ന് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. 1 കിലോഗ്രാം മാങ്ങ എടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി ഏകദേശം 2 ടേബിൾ സ്പൂൺ, പിരിയൻ മുളക് പൊടി 5 ടേബിൾ സ്പൂൺ, കടുക് 2 ടേബിൾ സ്പൂൺ, ഉലുവ 1.5 ടീസ്പൂൺ. ഞാനിവിടെ കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത്. കായപ്പൊടി ആണെങ്കിൽ 2 ടീസ്പൂൺ. വെളുത്തുള്ളി 8-10 എണ്ണം, ഇഞ്ചി 1 കഷ്ണം ചെറുതായി അരിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4-5 എണ്ണം, വറ്റൽമുളക് 3 എണ്ണം, കറിവേപ്പില 4-5 തണ്ട്, നല്ലെണ്ണ 200 ml. ഇത്രയുമാണ് കടുമാങ്ങയ്ക്ക് വേണ്ട ചേരുവകൾ. 1 കിലോഗ്രാം മാങ്ങ നന്നായി കഴുകി വെള്ളം തുടച്ച് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമുക്ക് കടുമാങ്ങ അച്ചാറുണ്ടാക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇന്ന് തൊലി കളയാതെ തന്നെയാണ് അച്ചാറിടുന്നത്. തൊലി കളയണമെന്നുണ്ടെങ്കിൽ കനം കുറച്ച് ഒന്ന് ചെത്തി കളഞ്ഞോളൂ. ഇനി നനവില്ലാത്ത കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാർ ആയതുകൊണ്ട് മുളക് പൊടിയും ഇപ്പോൾ ചേർക്കാം. പിരിയൻ മുളക് പൊടി 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഉപ്പും മുളകും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എരിവ് കുറഞ്ഞിരിക്കാനും നല്ല കളറിനും വേണ്ടിയാണ് പിരിയൻ മുളക് പൊടി തന്നെ ചേർക്കുന്നത്. ഇനി നമുക്ക് കടുമാങ്ങ അച്ചാറിനുള്ള കടുകും ഉലുവയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. കടുമാങ്ങ അച്ചാറിന് കടുക് ചൂടാക്കി ഒന്ന് ചതച്ച് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി. ഉലുവ കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഉലുവ 1 ടീസ്പൂൺ മതിയാവും. ഉലുവ കൂടിയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇത്രയും മതി. ഇന്ന് കടുമാങ്ങ അച്ചാറിന് കട്ടക്കായമാണ് ചേർക്കുന്നത്. കട്ടക്കായം ഒന്ന് ചൂടാക്കാം. അല്പം എണ്ണയും ചേർത്ത് കൊടുത്താൽ എളുപ്പത്തിൽ മുരിഞ്ഞു വരും. രണ്ട് വശവും മറച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് എളുപ്പത്തിൽ മുരിച്ചെടുക്കാം. ഇതാ കഴിഞ്ഞു. ഇതിനി പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇനി കടുകും ഉലുവയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ കായവും ചേർക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഫൈൻ പൊടിയാക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. മിക്സിയുടെ പൾസ് ഓപ്ഷനിലിട്ട് ചതച്ചെടുത്താലും മതി. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 200 ml നല്ലെണ്ണ ഒഴിക്കാം. അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഏറ്റവും അനുയോജ്യം. എള്ളെണ്ണയ്ക്ക് തന്നെയാട്ടോ ഈ നല്ലെണ്ണ എന്നും പറയുന്നത്.
നല്ലെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. വറ്റൽ മുളകും ഇടാം. കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ ഉപ്പും മുളക് പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകിൻ്റെയും ഉലുവയുടെയും കായത്തിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് പൊടി ചേർക്കാവുന്നതാണ്. ഇത് നാളെ ആവുമ്പോൾ എണ്ണ തെളിഞ്ഞ് മുകളിലേക്ക് വന്നിരിക്കുന്നത് കാണാം. അങ്ങനെ ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാർ റെഡിയായി. ഇത് ഇപ്പോൾ മുതൽ ഉപയോഗിക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം നനവില്ലാത്ത ചില്ല് കുപ്പിയിലേക്ക് മാറ്റാം. പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.